പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്നും മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി ഇപ്പോൾ വരികയാണ്. യമനിലെ ഹൂത്തികൾക്ക് നേരെ ഇസ്രായേലിന്റെ വലിയ തരത്തിലുള്ള വ്യോമാക്രമണം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോക്കുമ്പോൾ നിരവധി ഹൂത്തി ഭീകരന്മാരാണ് ഇപ്പോൾ മരിച്ചിരിക്കുന്നത് എന്ന് കൂടി പറയുന്നു. ഒക്ടോബർ 1 എന്നുള്ള ദിവസം പോലും ഒരു തരത്തിലുമുള്ള കോംപ്രമൈസ് വെക്കാതെ പൂർണ്ണമായിട്ടും ഭീകരന്മാരുടെ താവളങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ വ്യോമാക്രമണം നടത്തി ശക്തമായിട്ടുള്ള രീതിയിൽ ഭീകരവാദികളുടെ എല്ലാ സംവിധാനങ്ങളെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജൂതരാഷ്ട്രം. ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഒരേ സമയം യമനെതിരെയും പാലസ്തീനെതിരെയും അതോടൊപ്പം തന്നെ ഇറാനെതിരെയും ഹിസ്ബുള്ളക്കെതിരെയും ഹമാസിനെതിരെയും കൃത്യമായിട്ടുള്ള ആക്രമണ പരമ്പരകൾ നടത്തിക്കൊണ്ട് ഒരേ സമയം ഇത്രയ്ക്ക് വലിയ സംവിധാനങ്ങളെ നേരിടുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു രാഷ്ട്രമാണ് ഞങ്ങൾ എന്നുള്ള രീതിയിലേക്കുള്ള വലിയ ഒരു കാഴ്ചപ്പാടോട് കൂടി തന്നെ ലോകത്തിന്റെ മുന്നിലേക്ക് ഞങ്ങളുടെ പ്രാധാന്യം അത് വലിയ രീതിയിൽ തന്നെ ഏത് രാജ്യത്തിനും മുന്നിലാണ് തങ്ങൾ എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്ന തരത്തിലേക്കാണ്. അമേരിക്കക്ക് പോലും അത്ഭുതകരമാകുന്ന തരത്തിലേക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഒരുപാട് തിരിച്ചടികൾ കൊടുത്തുകൊണ്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇസ്രായേലിനെ സംബന്ധിച്ച് കൃത്യമാണ് ഭീകരവാദികളുടെ എല്ലാ സംവിധാനത്തെയും തകർത്തെറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ലക്ഷ്യമാണ്. ഈ ഹൂത്തി ഭീകരർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്കിതൊരു വലിയ സാദൃശ്യം തോന്നുന്നത് ഹമാസ് എന്ന് പറയുന്ന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. ഈ ഹമാസ് പാലസ്തീനിൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി പാലസ്തീന്റെ വിമോചനത്തിന് വേണ്ടി എന്ന് പറയുന്നത് പോലെ തന്നെ യമനിൽ ഭീകരവാദ ഗ്രൂപ്പുകളെ വലിയ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് ഈ ഹൂത്തികൾ. ഹൂത്തികളെ സംബന്ധിച്ച് ഇസ്രായേൽ അവരുടെ ഒരു ശത്രു രാജ്യം തന്നെയാണ്. ഹൂത്തികളുടെ ശല്യം എങ്ങനെയാണെന്ന് വെച്ചാൽ യമൻ എന്ന് പറയുന്നത് ഈ ചെങ്കടലിനോട് ചേർന്ന് കിടക്കുന്ന ഒരു രാജ്യമാണെന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ യമനോട് അല്ലെങ്കിൽ യമൻ അതിർത്തിയിലൂടെ ചേർന്നാണ് പല രാജ്യങ്ങളും ഇസ്രായേലിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് ചരക്കുകൾ എത്തുന്നു. അപ്പോൾ ഇവിടെ ചരക്ക് കപ്പലുകൾ തകർക്കുക, അതോടൊപ്പം തന്നെ പ്രധാനമായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം തങ്ങളുടെ വലിയ രീതിയിലുള്ള ഭീകരവാദ പ്രവർത്തനത്തിന് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ തന്നെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട നയം. കൂട്ടത്തിൽ ഇസ്രായേലിലേക്ക് പലപ്പോഴായിട്ട് മിസൈലുകൾ എത്തിക്കാൻ അല്ലെങ്കിൽ മിസൈൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ മിസൈലുകൾ ഇട്ടുകൊണ്ട് അവരെ ആക്രമിക്കാൻ വേണ്ടിയുള്ള നിരന്തരമായിട്ടുള്ള ശ്രമവും കൂടി ഇവർ ചെയ്യും. അപ്പോൾ ഇസ്രായേൽ നേരത്തെ തന്നെ വളരെയധികം വർഷങ്ങൾക്ക് മുന്നേ തന്നെ എടുത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നിലപാടെന്നുള്ള ഈ ചുറ്റിനും കിടക്കുന്ന രാജ്യങ്ങൾ മുഴുവനും ഭീകരവാദികളെ തീറ്റിപ്പോറ്റുന്നവരാണെങ്കിൽ തർക്കമില്ല. പാലസ്തീൻ ഹമാസിനെയാണെങ്കിൽ ഇറാൻ ഹിസ്ബുള്ളയെയും ലെബനോനും ഹിസ്ബുള്ളയെയും അതോടൊപ്പം തന്നെ യമൻ ഈ പറയുന്ന ഹൂത്തികൾ ഇതുപോലെ ഒരുപാട് രാജ്യങ്ങൾ ഭീകരവാദികളെ കൃത്യമായിട്ട് തീറ്റിപ്പോറ്റുന്നുണ്ട്. അപ്പോൾ ഏത് സമയവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ആക്രമിക്കപ്പെടാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ട് വെറുതെ ഇരിക്കുന്ന നിലപാട് ഒരിക്കലും അവർക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവർ രാജ്യത്തിന് ചുറ്റും അയൺ ഡോമുകൾ സെറ്റ് ചെയ്തുകൊണ്ട് ഏത് മിസൈലുകൾ വന്നു കഴിഞ്ഞാലും ബാലിസ്റ്റിക് മിസൈൽ ആണെങ്കിൽ പോലും അതിനെല്ലാം പ്രതിരോധിക്കാനുള്ള ഒരു വ്യോമമാർഗ സംവിധാനം ഇത് കൃത്യമായിട്ട് ഇസ്രായേൽ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരുന്നു. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ അവസ്ഥയൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. എത്രയോ രാജ്യങ്ങളിൽ നിന്നാണ് ഈ ഭീകരവാദികൾ ഒരേ സമയം ആക്രമണം നടത്തുന്നത്. യമനിൽ നിന്ന് ഹൂത്തികൾ മിസൈൽ ആക്രമണം നടത്തുന്നു, പാലസ്തീനിൽ നിന്ന് ഹമാസും അതോടൊപ്പം തന്നെ ഇസ്ലാമിക് ജിഹാദ് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയും ഇതുപോലെ മിസൈലുകൾ അയക്കുന്നു. ഇറാനിൽ നിന്ന് ഇറാൻ ഭരണകൂടം തന്നെ നേരിട്ട് 150ഓളം മിസൈലുകളാണ് കഴിഞ്ഞ ദിവസം അയച്ചത്. അവരുടെ പ്രധാനപ്പെട്ട ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടായിരുന്നു. അതിനെ തൊട്ട് അല്ലെങ്കിൽ ഏപ്രിൽ മാസം 500-ൽ പരം മിസൈലുകളും ഡ്രോണുകളുമാണ് ഇസ്രായേലിലേക്ക് അയച്ചത്. ഇത് മുഴുവൻ പ്രതിരോധിച്ചത് ഈ അയൺ ഡോമുകളാണ്. കൂട്ടത്തിൽ മറ്റൊരു രാജ്യമായിട്ടുള്ള ലെബനോനിലെ പ്രധാനപ്പെട്ട ഭീകരവാദ സംഘടന, ഈ ഭീകരവാദ സംഘടനയെ സാമ്പത്തികം കൊടുത്തും ആയുധം കൊടുത്തും നിലനിർത്തുന്നതും എല്ലാ സംവിധാനങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കുന്നതും ഇറാൻ ആണെന്നുള്ളത് കൂടി നമ്മൾക്കറിയാം. ഹമാസിനെ എങ്ങനെയാണോ ഖത്തർ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇറാൻ ഹിസ്ബുള്ളയെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളുടെ സപ്പോർട്ടിന്മേൽ വലിയ രീതിയിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി നിരന്തരമായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ആളുകളാണ് ഇവർ. അപ്പോൾ ഇവരെ കൃത്യമായിട്ട് പ്രതിരോധിക്കുക എന്നുള്ള നിലപാട് മാത്രമാണ് ഇസ്രായേലിനുള്ളത്, അതിൽ തർക്കവുമില്ല. അപ്പൊ എത്രത്തോളം വലിയ രീതിയിൽ ആക്രമണ പരമ്പരകൾ തങ്ങൾക്ക് നേരെ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഞങ്ങൾക്കുണ്ട് എന്നുള്ള രീതിയിലേക്കാണ് ഇസ്രായേൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏത് പ്രതിരോധവും തകർക്കുമെന്ന് ഇറാൻ പറയുന്നുണ്ടെങ്കിൽ പോലും അല്ലെങ്കിൽ ഭീകരവാദികൾ പറയുന്നുണ്ടെങ്കിൽ പോലും ഇതെല്ലാം നമ്മൾ വീഡിയോ സഹിതം കാണുന്നതാണ്. ഓരോ അയൺ ഡോമിന്റെയും മിസൈലുകൾ ചെന്നുകൊണ്ട് ഇവർ അയക്കുന്ന മിസൈലുകൾ തകർക്കുന്ന തരത്തിലേക്കുള്ള പല വീഡിയോകൾ. അപ്പോൾ
ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഇസ്രായേലിന്റെ പ്രതിരോധ കവചം എത്രത്തോളം സ്ട്രെങ്ത് ആണ്. ബെഞ്ചമിൻ നെതന്യാഹു കൃത്യമായിട്ട് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തങ്ങൾക്ക് നേരെ ഉണ്ടായ അല്ലെങ്കിൽ തങ്ങൾക്ക് പറ്റിയ വീഴ്ച അത് ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം സംഭവിച്ചതാണ്. അതിൻ്റെ ഒരു പ്രത്യാക്രമണം എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ചുറ്റും കിടക്കുന്ന രാജ്യങ്ങളിലെ ഭീകരവാദികൾക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കില്ല, അവരുടെ എല്ലാം നാശത്തിന് വേണ്ടി തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം, തൊട്ടടുത്തുള്ള രാജ്യമായിട്ടുള്ള സിറിയയിലും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ഇസ്രായേലിന്റെ ഓരോ യുദ്ധവിമാനം പോയി, F-15 എന്ന് പറയുന്ന യുദ്ധവിമാനം പോയി അവിടെ ISISന്റെ ക്യാമ്പുകൾക്ക് നേരെയും ആക്രമണം നടത്തുന്നു എന്നുള്ള ഒരു വാർത്തകൾ കൂടി വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട പരിപാടി ഇപ്പോൾ ഈ ഭീകരവാദ സംഘടനകളെ മുഴുവൻ നേരിടുക എന്നുള്ളത് തന്നെയാണ്. ഒരു തർക്കമില്ല, വരാനിരിക്കുന്ന ഒരുപാട് സമയം ഇത് ഭീകരവാദികളെ നശിപ്പിക്കുക എന്നുള്ള നിലപാടെടുക്കുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് ഒരു തരി പോലും പുറകോട്ട് പോകുന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഒക്ടോബർ 7 കഴിഞ്ഞ വർഷം ഒരു ദിവസമാണ് ഈ ഭീകരവാദ കൂട്ടങ്ങൾ വളരെ സന്തോഷത്തോടെ ചിരിച്ചത്. ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുകൊണ്ട് 5000-ഓളം മിസൈലുകൾ അയച്ചു എന്നാണ് അവർ പറയുന്നത്. 5000-ഓളം മിസൈലുകൾ ഈ പറയുന്ന ഇസ്രായേൽ വന്ന് വീണിട്ടുണ്ടെങ്കിൽ ആ രാജ്യം ഇല്ല എന്ന് നമുക്കറിയാം. കാരണം കേരളത്തിന്റെ പോലും പകുതിയില്ലാത്ത ഒരു രാജ്യമാണ്. വെറും 90 ലക്ഷത്തിൽ താഴെയാണ് ഇസ്രായേൽ മാത്രം ജനസംഖ്യ. അതിൽ പല ആളുകളും ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ മറ്റ് രാജ്യങ്ങളിലാണ്, 60 ലക്ഷത്തോളം ആളുകളെ ഇസ്രായേൽ താമസിക്കുന്നുള്ളൂ. അപ്പൊ ഈ 5000-ഓളം മിസൈലുകൾ അവിടെ വന്ന് പതിച്ചിരുന്നെങ്കിൽ അവസ്ഥ നമ്മൾക്കറിയാം. അപ്പോൾ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള അയൺ ഡോം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു പരിധിവരെ പ്രതിരോധിച്ചത്. പക്ഷേ ഇവർ മുന്നോട്ട് വന്ന മറ്റ് സാഹചര്യങ്ങൾ, കടൽ മാർഗവും കരമാർഗവും ഇവർ മറ്റ് രീതിയിലുള്ള പാരച്യൂട്ട് പോലുള്ള സംവിധാനങ്ങളിലൂടെ ഇസ്രായേലിന്റെ അതിർത്തി കടന്ന് ഇപ്പുറത്തേക്ക് വന്നുകൊണ്ട് വിഷയങ്ങൾ ചെയ്ത കാര്യങ്ങളെല്ലാം തന്നെ ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളും കവർ ചെയ്തുകൊണ്ട് ഈ ഹമാസ് ഭീകരവാദികൾ അവിടെ ആക്രമണം നടത്തി. പക്ഷെ ഈ ആക്രമണം നടത്തിയോട് കൂടി തന്നെ ആ ഒരു ദിവസം ലോകത്തുള്ള ഇസ്രായേലിനെ എതിർക്കുന്ന എല്ലാ ആളുകളും സന്തോഷത്തിന്റെ ഒരു കൊടുമുടി തന്നെ പടുത്തുയർത്തിയിരുന്നു. അത് നിസ്സാര ദിവസങ്ങൾ കൊണ്ട്, ഏകദേശം ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം 365 ഒരു ദിവസം മാത്രമാണ് ഇസ്രായേലിനെതിരെ സന്തോഷിച്ചവർ. പക്ഷെ 364 ദിവസവും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തിരിച്ചടിയിൽ കരഞ്ഞുകൊണ്ട് ലോകത്ത് മുഴുവൻ എണ്ണി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇത്ര ആളുകൾ മരിച്ചു, ഞങ്ങൾ ഇത്ര സ്ത്രീകൾ മരിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഇത് തങ്ങൾക്കെതിരെയുള്ള ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് ഹോസ്പിറ്റലുകളും അഭയാർത്ഥി ക്യാമ്പുകളും സ്കൂളുകൾക്ക് നേരെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഈ 3 സ്ഥലങ്ങളും എടുത്ത് കാണിച്ചാൽ മാത്രമാണ് ലോകത്തിന്റെ മുന്നിൽ നിന്നൊരു സഹതാപ തരംഗം ഞങ്ങൾക്കുണ്ടാവുകയുള്ളൂ. അതുവഴി ഒരുപാട് പണവും ഞങ്ങളിലേക്ക് എത്തുമെന്ന് ഹമാസിനറിയാം. പക്ഷേ പണം വാങ്ങിക്കാനോ ഈ സഹതാപ തരംഗം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വീഡിയോ ദൃശ്യങ്ങൾ പകർത്താനൊന്നും ഇന്ന് ഹമാസിനോടൊപ്പം ഇസ്രായേലിനെ എതിർക്കാനായിട്ട് പാലസ്തീനിൽ ആരുമില്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. 47,000 കവിഞ്ഞിരിക്കുന്നു ഈ ഭീകരവാദികളുടെ മരണസംഖ്യയും. അതോടൊപ്പം തന്നെ ഹിസ്ബുള്ള 3000-ഉം കഴിഞ്ഞിരിക്കും. അപ്പോൾ മൊത്തത്തിൽ 50,000 പേരെ ഈ നിസ്സാര സമയങ്ങൾ കൊണ്ട് പറഞ്ഞു വിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇസ്രായേലിനെ എതിർക്കാൻ വന്നവരുടെ ഗതിയാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അത് ഇനിയുള്ള നാളുകളിൽ ഇതിൽ കൂടുതലാകാനാണ് സാധ്യത. കാരണം അത്രത്തോളം യുദ്ധസമാനമായിട്ടുള്ള ഒരു ഭീതിയിലൂടെ പശ്ചിമേഷ്യ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് രാജ്യങ്ങളെല്ലാവരും തന്നെ കോംപ്രമൈസിന് നിരന്തരമായിട്ട് ഇസ്രായേലിനോട് ശ്രമിക്കുന്നുണ്ടെങ്കിലും ശക്തമായിട്ടുള്ള പ്രതിരോധ കവചവും കൃത്യമായിട്ടുള്ള തിരിച്ചടികളും ഇതിനെയൊന്നും മൈൻഡ് ചെയ്യാതെ തന്നെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭീകരവാദികളുടെ കഷ്ടകാലത്തിന്റെ നാളുകളാണ് ഇനി വരാനിരിക്കുന്നത്.